ഹായ്, ഞാൻ ഹേമന്ത് പുല്ലാനിക്കാട്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇതിന് മുൻപത്തെ സെഷൻസിൽ നമ്മൾ പറഞ്ഞ പോലെ ക്യാഷ് ട്രാൻസാക്ഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകം ടാക്സിന്റെ നിയമവശങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സബ്ജക്ട് നമ്പർ 1, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ക്യാഷ് ട്രാൻസാക്ഷൻസ് അവരെ എങ്ങനെ ബാധിക്കുന്നു. സബ്ജക്ട് നമ്പർ 2, ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു വ്യക്തിയായാലും, ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് അവരെ എങ്ങനെ ബാധിക്കും. 3, ഇതുമായി യാതൊരു ബന്ധവുമില്ലാതെ, ബിസിനസ്സുമല്ല, ഡിഡക്ഷന്റെ കാര്യവുമല്ല, മൂന്നാമത് കാര്യമായിട്ട് ഒരാൾ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇൻകം ടാക്സ് നിയമങ്ങൾ ബാധകമായിരിക്കുന്നു എന്നുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ക്യാഷ് ട്രാൻസാക്ഷൻസ് എങ്ങനെ ബാധിക്കുന്നു നോക്കാം. ഇതിനു മുൻപ് തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, അതായത് നമ്മുടെ ഇൻകം ടാക്സ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രോസ് ഇൻകം, മൊത്തം കിട്ടിയിട്ടുള്ള ഇൻകം, ആ ഇൻകം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എത്ര എമൗണ്ട് ആണോ സ്പെൻഡ് ചെയ്തത്, ആ എക്സ്പെൻസസ്, ആ എമൗണ്ട് നമ്മൾ എക്സ്പെൻസസ് ആയി കുറയ്ക്കുന്നു ഇൻകത്തിൽ നിന്ന്. ബാക്കിയുള്ള ഇൻകത്തിൽ നിന്ന്, ബാക്കി എക്സ്പെൻസ് കുറച്ച് കിട്ടുന്ന നെറ്റ് ഇൻകത്തിൽ നിന്ന് ടാക്സ് സേവിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളും ടാക്സ് സേവിംഗ് ആയിട്ടുള്ള മറ്റ് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കുന്നു. അത് കഴിഞ്ഞ് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ആ ഇൻകത്തിൽ നമ്മൾ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നു, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്രയും സിമ്പിൾ ആണ് ഇൻകം ടാക്സ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എക്സ്പെൻസ് സൈഡിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പെൻസ് സൈഡിൽ ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് എംപ്ലോയേഴ്സ് അവരുടെ എംപ്ലോയീസിനായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാറുണ്ട്, ശരിയല്ലേ? എംപ്ലോയിക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ഒരു മോണിറ്ററി എമർജൻസി അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടോ മെഡിക്ലെയിം ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാറുണ്ട്. ഈ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി എടുക്കുന്ന മെഡിക്ലെയിമിന്റെ പ്രീമിയം എംപ്ലോയർ അടയ്ക്കുന്ന സമയത്ത്, പ്രീമിയം എംപ്ലോയർ എംപ്ലോയിക്ക് പകരമായി അടയ്ക്കുന്ന സമയത്ത് എംപ്ലോയർക്ക് അത് എക്സ്പെൻസസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. എംപ്ലോയറുടെ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്രീമിയം അടയ്ക്കുന്നത് ക്യാഷ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ എംപ്ലോയർക്ക് ഇത് എക്സ്പെൻസസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇൻകം ടാക്സ് നിയമം പറയുന്നത്. സോ എംപ്ലോയർ എംപ്ലോയിക്ക് പകരമായി അടയ്ക്കുന്ന മെഡിക്ലെയിം ഇൻഷുറൻസ് എപ്പോഴും ക്യാഷ് അല്ലാതെ മറ്റൊരു രീതിയിൽ വേണം അടയ്ക്കാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനുമായി ഡീൽ ചെയ്യുന്ന വ്യക്തി ഏതൊരു ചെലവായിക്കോട്ടെ, ഏതൊരു ചെലവും ഒരു ദിവസത്തിൽ ഒരാൾക്ക് 10,000 രൂപയിൽ കൂടുതൽ ക്യാഷ് ആയി കൊടുത്താൽ ആ ചെലവ് തന്നെ എക്സ്പെൻസസ് ആയിട്ട് അംഗീകരിക്കില്ല. ഉദാഹരണം, ഒരു മാസത്തെ വാടക അദ്ദേഹം കൊടുക്കുകയാണെന്നിരിക്കും. ആ കൊടുക്കുന്ന എമൗണ്ട് 10,000 രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ക്യാഷ് അല്ലാതെ ക്രോസ്ഡ് ചെക്കായോ ക്രോസ്ഡ് ബാങ്ക് ഡ്രാഫ്റ്റ് ആയോ നെഫ്റ്റ് ആയിട്ടോ IMPS ആയിട്ടോ അങ്ങനെ ഏത് വഴിയും പേ ചെയ്യാം. പക്ഷേ 20,000 രൂപയാണ് വാടക എങ്കിൽ ആ 20,000 രൂപ ക്യാഷായി പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ആ 20,000 രൂപയും എക്സ്പെൻസസ് ആയിട്ട് അലോ ചെയ്യില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. പക്ഷേ ഈ 10,000 രൂപ എന്നുള്ള ലിമിറ്റ് 35,000 രൂപയാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹയർ ചെയ്യാനോ അല്ലെങ്കിൽ ഗൂഡ്സ് ട്രാൻസ്പോർട്ടിംഗ് വെഹിക്കിൾ ഹയർ ചെയ്യാനോ അല്ലെങ്കിൽ ഗൂഡ്സ് ട്രാൻസ്പോർട്ടിംഗ് വെഹിക്കിളിലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ ഉണ്ടാവുന്ന ഒരു ചെലവാണെങ്കിൽ, ഉദാഹരണം ഫ്രൈറ്റ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഹയറിംഗ് ചാർജസ് ഉണ്ടാവുകയാണ് ഫോർ ഗൂഡ്സ് ട്രാൻസ്പോർട്ടേഷൻ എങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 10,000 35,000 രൂപ വരെയും അവർക്ക് ക്യാഷ് ആയി കൊടുക്കാം. അതിന് താഴെ അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ മാത്രമേ ഈ ക്യാഷ് ട്രാൻസാക്ഷന്റെ ലിമിറ്റിൽ എക്സ്പെൻസസ് അലോ ചെയ്യാതെ ഇരിക്കുകയുള്ളൂ എന്ന് സാരം. ഓക്കെ, പക്ഷേ ഈ ക്യാഷ് ട്രാൻസാക്ഷന് 10,000 രൂപയിൽ കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ 35,000 രൂപയിൽ കൂടുതൽ കൊടുത്താലും ചില കേസുകളിൽ അത് കുഴപ്പമില്ല, ഞങ്ങൾ എക്സ്പെൻസസ് ആയിട്ട് അലോ ചെയ്യാം എന്ന് ഇൻകം ടാക്സിൽ ഒരു സ്പെസിഫിക് റൂൾ പറയുന്നുണ്ട്. ആ റൂൾ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അത് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ അതിനെ ഉൾപ്പെടുത്തി കൊണ്ടുവരാം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ക്യാഷ് കൊടുത്താലും എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യാം എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പല ആൾക്കാരും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലേ? ഉദാഹരണം, കമ്പ്യൂട്ടർ വാങ്ങാറുണ്ട്, ഫർണിച്ചർ ഐറ്റംസ് വാങ്ങാറുണ്ട്, അലമാറ പോലുള്ള സാധനങ്ങൾ വാങ്ങാറുണ്ട്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റുകൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഒന്നിൽ കൂടുതൽ വർഷങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ വാങ്ങുന്ന വർഷത്തിൽ ഇതിനെ ചെലവായി സമ്മതിക്കുന്നതിന് പകരം ഇതിനെ ഒരു ഫിക്സഡ് അസറ്റായി കണക്കാക്കുകയും ഇതില് ഈ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂല് സർട്ടൻ പെർസെന്റേജിൽ ഒന്നുമില്ലെങ്കിൽ 10% അല്ലെങ്കിൽ 15%
തേയ്മാനം മാത്രമേ ഓരോ വർഷങ്ങളിലും സംഭവിക്കാറുള്ളൂ. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ വാങ്ങിയെന്നിരിക്കട്ടെ. ഓരോ വർഷവും 40% എനിക്ക് കമ്പ്യൂട്ടറിന്റെ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനമായിട്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ കമ്പ്യൂട്ടർ വാങ്ങിയ ആദ്യത്തെ വർഷം 40,000 രൂപയും കമ്പ്യൂട്ടർ വാങ്ങിയ അടുത്ത വർഷം ബാക്കിയുള്ള 60,000 രൂപയുടെ 40%വും ആണ് 24,000 രൂപയുമാണ് എനിക്ക് ഡിപ്രീസിയേഷനായി ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇങ്ങനെ കമ്പ്യൂട്ടർ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുകൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ആയിട്ട് 10,000 രൂപയിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എത്ര രൂപയാണോ 10,000-ലധികം ക്യാഷ് ആയി കൊടുത്ത് ആ മൊത്തം എമൗണ്ടും നമ്മുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ എടുക്കില്ല. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയ്ക്ക് ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ ഞാൻ 20,000 രൂപ ക്യാഷ് കൊടുത്ത് ബാക്കി 80,000 മാത്രമേ ബാങ്ക് അക്കൗണ്ടിലൂടെ കൊടുത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു വ്യക്തിക്ക് 20,000 രൂപ ക്യാഷ് കൊടുക്കുകയാണ്, ബാക്കി 80,000 രൂപ മാത്രമേ ഞാൻ ചെക്കായി കൊടുത്തുള്ളൂ അല്ലെങ്കിൽ അതർ ദാൻ മോഡ് ഓഫ് ക്യാഷിൽ കൊടുത്തുള്ളൂ എങ്കിൽ 80,000 രൂപയുടെ 40% മാത്രമേ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ എടുക്കുള്ളൂ. 1 ലക്ഷത്തിന്റെ 40% എടുക്കില്ല എന്നുള്ള സാരം. സോ ശ്രദ്ധിച്ചോളൂ, ക്യാഷ് ആയി കൊടുക്കുന്ന സമയത്ത് 10,000 രൂപയിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് ഒരു ദിവസം കൊടുത്താൽ ആ എക്സ്പെൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്തായി കിട്ടില്ല, എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇത് ബിസിനസ്സുകാരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബിസിനസ്സുകാർ ഓഡിറ്റ് ചെയ്യേണ്ട ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസിന്റെ ലിമിറ്റ് 1 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ എന്നുള്ളതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ലിമിറ്റ് ചെയ്യാൻ ബിസിനസ്സുകാർക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ ടേൺ ഓവർ 10 കോടി രൂപ വരയ്ക്കും ഇൻകം ടാക്സ് ഉയർത്തിയിട്ടുണ്ട്. അതായത് 10 കോടി രൂപ വരയ്ക്കും നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം ഇൻകം ടാക്സ് ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മൊത്തം കളക്ഷന്റെ 5% കൂടുതലാവരുത് നിങ്ങളുടെ ക്യാഷ് കളക്ഷൻ. അതേപോലെ മൊത്തം പേയ്മെന്റ്സിന്റെ 5% കൂടുതലാവരുത് നിങ്ങളുടെ ക്യാഷ് പേയ്മെന്റ്സ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് പേയ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ 10 കോടി രൂപ വരയ്ക്കും നിങ്ങൾക്ക് ഓഡിറ്റ് ഇല്ലാതെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഗവൺമെന്റ് തന്നിട്ടുണ്ട്. മറ്റൊരു രീതി, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും പ്രിസംപ്റ്റീവ് ടാക്സേഷനെ കുറിച്ച്. അതായത് ഇൻകം 2 കോടി രൂപയിൽ ടോട്ടൽ റെസിപ്റ്റ് അല്ലെങ്കിൽ സെയിൽ, ഇൻകം അല്ല കേട്ടോ, ടോട്ടൽ റെസിപ്റ്റ് അല്ലെങ്കിൽ സെയിൽ 2 കോടി രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ ഓഡിറ്റും ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 8% ഇൻകം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം 8% എന്ന് കാണിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. പക്ഷെ അതിലും ഈ 2 കോടി എന്നുള്ള ലിമിറ്റ് 3 കോടി രൂപയാവും എപ്പോ നിങ്ങളുടെ ടോട്ടൽ സെയിൽസിന്റെ അല്ലെങ്കിൽ ഗ്രോസ് റെസീപ്റ്റ്സിന്റെ 5% കൂടുതലല്ല നിങ്ങളുടെ ക്യാഷ് റെസീപ്റ്റ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 കോടി രൂപയ്ക്ക് പകരം 3 കോടി രൂപ വരയ്ക്കും നിങ്ങൾക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അല്ലെങ്കിൽ 8% or 6% എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇൻകം കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. വിത്തൗട്ട് മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ആൻഡ് വിത്തൗട്ട് ഓഡിറ്റിംഗ് ദി ബുക്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആൾക്കാർക്ക് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാഷിലെ ലിമിറ്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ്. ഇനി അടുത്തത്, ഏതൊരു വ്യക്തിക്കും ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡിഡക്ഷനുമായി ബന്ധപ്പെട്ട ക്യാഷിലെ ട്രാൻസാക്ഷൻസ് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ഭാഗം, അതായത് ഒരു മെഡി ക്ലെയിം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്ന സമയത്ത് ഈ പ്രീമിയം എമൗണ്ട് ക്യാഷായി കൊടുത്തു കഴിഞ്ഞാൽ ആ മെഡി ക്ലെയിം പ്രീമിയം കൊടുത്തത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് സമ്മതിക്കില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇൻകം ടാക്സ് നിയമപ്രകാരം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ ഡൊണേഷൻ കൊടുത്തോ 100% ഡൊണേഷൻ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യാൻ പറ്റും. പക്ഷേ ഡൊണേഷൻ ക്യാഷ് ആയി കൊടുക്കരുത് എന്നുള്ളൊരു ലിമിറ്റ് മാത്രമേ ഉള്ളൂ. ക്യാഷ് ആയി കൊടുത്താൽ ആ ഡൊണേഷൻ ഡിഡക്ഷൻ ആയിട്ട് സമ്മതിക്കുന്നുണ്ടാവില്ല. മൂന്നാമത്തെ കാര്യം, നമ്മൾ പലരും കേട്ടറിവുണ്ട്, അതായത് രജിസ്ട്രേഷൻ എടുത്ത ട്രസ്റ്റുകൾക്ക് നമ്മൾ ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100% അല്ലെങ്കിൽ 50% ഓഫ് ദ ഡൊണേഷൻ ഡിഡക്ഷൻ ആയി കിട്ടും എന്നുള്ളൊരു അറിവ് ഉണ്ടാവും പലർക്കും. പക്ഷേ ഈ 50% അല്ലെങ്കിൽ 100% ഡൊണേഷൻ ഡിഡക്ഷൻ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡൊണേഷൻ ക്യാഷ് ആയി കൊടുക്കരുത്, ബാങ്ക് ആയി കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ക്യാഷ് ആയിട്ട് 2,000 രൂപയിൽ താഴെയുള്ള ഡൊണേഷൻസ് മാത്രമേ ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. 2,000 മുകളിലുള്ള ഏതൊരു ഡൊണേഷനും നിങ്ങൾ ബാങ്ക് ആയി കൊടുത്തെങ്കിൽ മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു വ്യക്തിയും അവര് ലോണ് വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സമയത്ത് 20,000 രൂപയിൽ കൂടുതൽ ക്യാഷ് ആയി ലോണ് വാങ്ങാനോ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ നിങ്ങൾ ലോണ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ചത് ഇൻ ക്യാഷ്, അത്രയും രൂപ നിങ്ങൾ എന്തായിട്ട് പേ ചെയ്യേണ്ടി വരും, പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഇതേപോലെ നിങ്ങൾ ആ വാങ്ങിയ ലോൺ തിരിച്ചു കൊടുക്കുമ്പോഴും 20,000 രൂപയിൽ കൂടുതൽ നിങ്ങൾ എന്തായിട്ട് കൊടുക്കാൻ പാടില്ല, ക്യാഷ് ആയിട്ട് ലോൺ റീപേ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈക്വൽ എമൗണ്ട് ആണ് പെനാൽറ്റി. എത്ര രൂപയാണോ ലോൺ വാങ്ങിയത്, എത്ര രൂപയാണോ ലോൺ ഓർ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുത്തത്, അത്രയും രൂപ നിങ്ങൾ പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടി വരും എന്നൊരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മുടെ വീഡിയോയിലെ മൂന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള സെഗ്മെന്റ് ആണ് ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത്, ക്രെഡിറ്റ് കാർഡ് പേ ചെയ്യുന്ന സമയത്ത് ക്യാഷിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇതിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യം. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു വർഷത്തിൽ ഒരു തവണയായോ പല തവണകളായിട്ടോ ക്യാഷായി 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വറി വരാനുള്ള സാധ്യതയുമുണ്ട്. ഇതേപോലെ കറണ്ട് അക്കൗണ്ടിൽ ഒരു വർഷത്തിൽ ഒരു തവണയായോ പല തവണയായോ 50 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തോ ഇല്ലയോ അല്ലെങ്കിൽ ഈ ക്യാഷിന്റെ സോഴ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്താണ് എന്നുള്ളൊരു ക്വറി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ക്യാഷ് ആയി പലതവണയായോ ഒരു തവണയായോ പേ ചെയ്താലും 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പേ ചെയ്താലും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റിലേക്ക് 10 ലക്ഷം രൂപ അതർ ദാൻ ക്യാഷിലോ ക്യാഷ് എന്ന മോഡിലോ പേയ്മെന്റ് നടത്തിയാലും ഇത് ആ കൺസേൺഡ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും ഇതിന്റെ സോഴ്സ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ക്വറി വരാനും സാധ്യതയുണ്ട്. അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ നമുക്ക് എന്താണ് AIS, TIS എന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ, അത് നിങ്ങളെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു, പുതിയതായി വന്ന ഡെവലപ്മെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതുകൂടാതെ മാർജിനൽ റിലീഫ് എന്നുള്ളൊരു സെപ്പറേറ്റ് കോൺസെപ്റ്റ് അത് എന്താണെന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം.